ഹായ് കൂട്ടുകാരെ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് കിടക്കാം. എന്തൊക്കെയുണ്ട് വിശേഷം? അതിനു മുമ്പായിട്ട് ചോദിക്കട്ടെ, എല്ലാവർക്കും സുഖമാണോ? സുഖമെന്ന് വിശ്വസിക്കുന്നു. മഴയൊക്കെ ഇച്ചിരി കുറഞ്ഞെന്ന് തോന്നുന്നല്ലേ? ഇവിടെ ഇന്ന് മഴയൊന്നുമില്ലായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യം കേട്ടാലോ. ചോദ്യം ഇതാണ്: മിന്നൽ പിണരിന്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഏത്? ഉത്തരം ഭൂട്ടാൻ. അപ്പൊ രണ്ടാമത്തെ ചോദ്യം ഇതാണ്: സസ്യ എണ്ണയിലൂടെ ഹൈഡ്രജൻ കടത്തിവിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന വസ്തു ഏത്? ഉത്തരം വനസ്പതി. മൂന്നാമത്തെ ചോദ്യം ഇതാണ്: നീലഗ്രഹങ്ങൾ എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്? ഉത്തരം ഭൂമി. ഭൂമിയാണ് നീലഗ്രഹം എന്ന പേര് അറിയപ്പെടുന്നത്. നമുക്ക് നാലാമത്തെ ചോദ്യം കേട്ടാലോ. ചോദ്യം കേൾക്കുന്നതിന് മുമ്പായിട്ട് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. വീഡിയോ ഫുള്ളായിട്ട് കാണുക. ആദ്യം മുതൽ അവസാനം വരെയുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾ കണ്ടിട്ട് കമൻറ്റും അഭിപ്രായങ്ങളൊക്കെ പറയുക കേട്ടോ. അപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കരുത്. നമുക്ക് നാലാമത്തെ ചോദ്യം കേൾക്കാം. ചോദ്യം ഇതാണ്: ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളിയായി ആർക്കെങ്കിലും അറിയാമോ? ചിലവരൊക്കെ അറിയാമായിരിക്കും, അറിയാമില്ലാത്തവർക്ക് വേണ്ടിയും കൂടാണ് ഇത് പറയുന്നത്. ഉത്തരം ശ്രീനാരായണ ഗുരു. അഞ്ചാമത്തെ ചോദ്യം കേട്ടോളൂ. അക്വാറീജിയ ഏതൊക്കെ ആസിഡുകളുടെ മിശ്രിതമാണ്? ഉത്തരം പറയട്ടെ. ഹൈഡ്രോക്ലോറിക് ആസിഡ് ആൻഡ് നൈട്രിക് ആസിഡ്. ഇത് രണ്ടുമാണ് കേട്ടോ. അപ്പൊ നമുക്ക് ആറാമത്തെ ചോദ്യത്തിലേക്ക് കടന്നാലോ. ചോദ്യം കേട്ടോളൂ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള രാജ്യമേത്? അറിയാവോ ആർക്കും? ഉത്തരം കാനഡ. അപ്പോൾ ഏഴാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടിരിക്കുക. കൂടെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്കും കമൻറ്റ് ഇടാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഏഴാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ചോദ്യം ഇതാണ്: ലോകത്തിൽ ഏറ്റവും വലിയ സിനഗോഗ് ഏത് രാജ്യത്താണ്? ഉത്തരം യുഎസ്എയിലാണ് ഏറ്റവും വലിയ സിനഗോഗ് കാണപ്പെടുന്നത്. അപ്പോൾ നമുക്ക് എട്ടാമത്തെ ചോദ്യം കേട്ടോളൂ. എട്ടാമത്തെ ചോദ്യം ഇതാണ്: മിക്കി മൗസ് എന്ന കഥാപാത്രം ഏത് ചിത്രത്തിലാണ് ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത്? ഇത്ര ആർക്കെങ്കിലും അറിയാവോ? ഉത്തരം പ്ലെയിൻ ക്രൈസി. അപ്പോൾ നമുക്ക് ഒൻപതാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ. ചോദ്യം ഇതാണ്: ഐസി ചിപ്പുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മൂലകം ഏത്? ഉത്തരം സിലിക്കൺ. ചോദ്യം നമ്പർ 10 കേൾക്കാം. കേട്ടോ. വിമാന ഭാഗങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം ഏത്? ഉത്തരം ടൈറ്റാനിയം. 11ാമത്തെ ചോദ്യം കേൾക്കാം. ചോദ്യം ഇതാണ്: ബ്രിട്ടനിന്റെ നാണയത്തിന്റെ ഔദ്യോഗിക പേര് എന്ത്? ഉത്തരം പൗണ്ട് സ്റ്റെർലിംഗ്. അപ്പോൾ നമുക്ക് 12ാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ. ചോദ്യം കേൾക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അത്യാവശ്യമായിട്ടും നിർബന്ധമായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേ കാണാവൂ. അത് കഴിഞ്ഞ് നിങ്ങൾ വിട്ടുപോകും കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗപ്രദമായിട്ടുള്ള വീഡിയോ ആണ് ഈ ചാനലിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം വീഡിയോ കാണാനും ശ്രമിക്കുക, ഫുള്ള് കാണാൻ ശ്രമിക്കുക, സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം നമുക്ക് 12ാമത്തെ ചോദ്യം കേൾക്കാം. ചോദ്യം ഇതാണ്: 12ാമത്തെ ചോദ്യം ഇതാണ്: ലോകത്തിലെ ഏറ്റവും വലിയ പവിഴപ്പുറ്റ് ഏത്? ഉത്തരം ഓസ്ട്രേലിയയിലെ ഗ്രേറ്റ് ബാരിയർ റീഫ്. ഗ്രേറ്റ് ബാരിയർ റീഫ് കേട്ടോ. അപ്പോൾ നമുക്ക് 13ാമത്തതും 14ാമത്തതുമായ ചോദ്യവും ഉത്തരവും പ്രത്യേകം ശ്രദ്ധിക്കുക. അത് രണ്ടും തിരിഞ്ഞു പോകരുത് കേട്ടോ. 13ാമത്തെ ചോദ്യം പറയട്ടെ. ഏഴുമലകളുടെ നഗരം എന്നറിയപ്പെടുന്നത് എവിടെ? ഉത്തരം റോം. 13ഉം 14ഉം ആൻസറും ചോദ്യവും ഉത്തരവും തിരിഞ്ഞു പോകരുത് കേട്ടോ. അപ്പം നമുക്ക് 14ാമത്തെ ചോദ്യം: ഏഴുമലകളുടെ നാട് എന്നറിയപ്പെടുന്നത് എവിടെ? ഉത്തരം ജോർദാൻ.
പ്രത്യേകം ശ്രദ്ധിക്കുക. 13ഉം 14 ആ ചോദ്യം ഉത്തരം മാറിപ്പോകരുത് കേട്ടോ. നമുക്ക് 15ാമത്തതും അവസാനത്തതുമായ ചോദ്യം കേട്ടാലോ. ചോദ്യം ഇതാണ്: പുരുഷ വിംബിൾഡൺ നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആര്? ഇത്ര ആർക്കെങ്കിലും അറിയാവോ? ഇത്ര പറയട്ടെ, ബോറിസ് ബെക്കർ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ എല്ലാവരും ആദ്യം മുതൽ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. നല്ല നല്ല ചോദ്യങ്ങളും അറിയാവുന്നതായാലും അറിയാൻ വയ്യാത്തതായാലും നിങ്ങൾക്ക് പഠിക്കാൻ നമുക്കെല്ലാം അറിയാം, മിക്കവാറും എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. എന്നാലും വീണ്ടും ഒരു ഓർമ്മപ്പെടുത്തൽ ആവുമല്ലോ. വീഡിയോ എല്ലാവരും മാക്സിമം ഫുള്ള് കാണാൻ ശ്രമിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ കമൻറ്റും ലൈക്കും ഇടാൻ മറക്കരുത്. അടുത്ത ചോദ്യങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.